ന്യൂസ് 18 ഇമ്പാക്ട് കക്കൂസ് മാലിന്യം കലർന്ന മലിനജലം ഉപയോഗിച്ചുള്ള ആലപ്പുഴ ബീച്ചിലെ വിവാദ കാർണിവലിൽ നഗരസഭ അന്വേഷണം ആരംഭിച്ചു. കാർണിവൽ നടത്തിപ്പിന് അനുമതി നൽകിയ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരം തേടിയുള്ള വൈസ് ചെയർമാന്റെ കത്ത് ന്യൂസ് 18 കിട്ടി. നിയമാനുസൃതമല്ലാതെ അനുമതി നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് വൈസ് ചെയർമാൻ ജോസ് ചെല്ലപ്പൻ കത്തിൽ ആവശ്യപ്പെടുന്നു. സംഭവത്തിൽ ശക്തമായ പ്രതിഷേധമുയർത്തുകയാണ് പ്രതിപക്ഷം. നികുതി വെട്ടിപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ പങ്കുവെക്കും. ശരണ്യ, നിരവധി കുട്ടികൾക്ക് രോഗബാധയുണ്ടായി, അവരൊക്കെ വല്ലാത്ത ഗതികേടിലാണ്, പരാതിയുമൊക്കെ ഉണ്ട്. നമ്മൾ പുറത്തുവിട്ട വാർത്തയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. ഏറ്റവും ഒടുവിൽ നഗരസഭയുടെ ഇടപെടലുമുണ്ട്. അപ്പോൾ ഈ നഗരസഭയൊന്നും അറിയാതെയാണോ ഈ ബീച്ച് പോലെ വളരെ പ്രധാനപ്പെട്ട സ്ഥലത്ത് ഇത്ര വലിയ ഒരു മേള ദിവസങ്ങളോളം നടന്നത്? രഞ്ജിത്ത്, ഇത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നഗരസഭയ്ക്ക് അകത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില ഭിന്നതകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഒരു വിഭാഗം ഇത്തരത്തിൽ നിയമലംഘനങ്ങളെ അനുകൂലിച്ചുകൊണ്ട് നിന്നപ്പോൾ മറ്റൊരു വിഭാഗം ഇതിനെ എതിർത്തു എന്നുള്ളതിന്റെ വിവരങ്ങൾ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഈ സംഭവം നടന്നത് രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചുരുങ്ങിയ കാലയളവിലൊന്നുമല്ല. 2 മാസക്കാലമാണ് ആലപ്പുഴ പോർട്ടിന്റെ അധീനതയിലുള്ള ഭൂമിയിൽ ഇത്രയധികം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയും, അതും നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന് പറയാൻ കഴിയില്ല, അനധികൃത നിർമ്മാണം നടക്കുകയും അതോടൊപ്പം തന്നെ അവിടെ എത്തിയ ജനങ്ങൾക്ക് ആകെ ബാധിക്കുന്ന, അവരുടെ ആരോഗ്യസ്ഥിതിയെ ആകെ ബാധിക്കുന്ന രീതിയിൽ കക്കൂസ് മാലിന്യം കലർന്ന ജലം ഉപയോഗിച്ചു അവിടെയുള്ള റൈഡുകളിൽ ആളുകൾക്ക് പങ്കെടുക്കേണ്ടി വന്നത്. ടിക്കറ്റ് എടുത്ത് കയറുന്നത് വിനോദ നികുതി അടയ്ക്കുന്നതിൽ ആ ടിക്കറ്റിന്റെ ഭാഗത്തുള്ള വിനോദ നികുതി നഗരസഭയ്ക്കാണ് പോകുന്നത്. സ്വാഭാവികമായും പോർട്ടിനാണെങ്കിലും നഗരസഭയ്ക്കാണെങ്കിലും ഒക്കെ ഈ വരുന്ന ജനങ്ങൾ, ലക്ഷക്കണക്കിന് ആളുകൾ, അതായത് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഇപ്പോൾ പോയിരിക്കുന്നത് 6 കോടി രൂപ വരുമാനം അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ തന്നെ നികുതി അടക്കം നഗരസഭയ്ക്ക് വന്നിട്ടുള്ളത് ഈ 6 കോടി രൂപയുടെ നികുതി വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നികുതി വെട്ടിപ്പടക്കം നടന്ന ഒരു സംഭവം, കരാർ മറച്ച് വിൽക്കപ്പെട്ട സംഭവം. അതായത് നമുക്കറിയാം, ഫയാസ് റഹ്മാൻ എന്ന വ്യക്തിക്കാണ് പാലക്കാട് സ്വദേശിയായ ഷഹാന സിയാൻ കമ്പനി എടുത്ത കരാർ 1 കോടി രൂപയ്ക്ക് ഫയാസ് റഹ്മാൻ മറച്ചു വിറ്റു എന്നുള്ളത് നമ്മൾ കണ്ടു. ആലപ്പുഴക്കാരായ സുനിൽ രാജ് അടക്കമുള്ള ആളുകളാണ് ഈ അക്കൗണ്ടിലേക്ക് പണം കൈമാറുക. അപ്പോൾ ഇവരുടെ ഒക്കെ റോളുകൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. സിയാൻ കമ്പനിക്ക് മാത്രമല്ല എന്നുള്ളതിൽ വളരെ കൃത്യമാണ്. അതിനപ്പുറത്തേക്കാണ് ഇപ്പോൾ പുതിയൊരു അന്വേഷണത്തിലേക്ക് നഗരസഭ നീങ്ങുന്നത്, നിർബന്ധിതരാകുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. തുടക്കം മുതൽ തന്നെ ഈ വിഷയത്തിനകത്ത് റവന്യൂ വകുപ്പിന് വിയോജിപ്പുണ്ടായിരുന്നു എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ഇപ്പോൾ നഗരസഭ വൈസ് ചെയർമാന്റെ കത്തുകളാണ് നമ്മൾ പുറത്തുവിടുന്നത്. ഈ കത്തിനകത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത് CRZ ലംഘനങ്ങൾ അടക്കം നടന്നു എന്നുള്ള നിരവധി പരാതികൾ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു മറുപടി വേണം. അങ്ങനെ ആ അനധികൃത നിർമ്മാണം അടക്കമുള്ള, അല്ലെങ്കിൽ അനധികൃതമായി അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളെ നഗരസഭയോട് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കർശന നടപടി. ശരണ്യ, വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.